ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിക്ക് വലിയ മാർജിനിൽ തന്നെ ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ്. നിലവിൽ 100 അംഗങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തവണ ബി.ജെ.പി നേടിയത് 34 സീറ്റുകളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലോക്സഭാ ഫലം വരുമ്പോൾ ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി 70 വാർഡുകളിൽ 1ാം സ്ഥാനത്തും 13 വാർഡുകളിൽ 2ാം സ്ഥാനത്തുമാണ്. അതിൽ ബി.ജെ.പിക്ക് നിലവിലുള്ള 34 വാർഡുകളിൽ 33ലും ഒന്നാമതാണ്. ചെമ്പഴന്തി വാർഡിൽ ബി.ജെ.പി രണ്ടാമതെത്തിയതും ബി.ജെ.പി ഘടകം ഗൗരവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. 25 വാർഡുകളിൽ ബി.ജെ.പിക്ക് 50% വോട്ട് നേടാൻ കഴിഞ്ഞു. അതായത് ബി.ജെ.പിക്ക് കുറച്ച് പണിയെടുത്താൽ ഈ നഗരസഭ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് വലിയ ഭൂരിപക്ഷം തന്നെ നഗരസഭയിൽ ബി.ജെ.പിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരുന്നു. ഈ കണക്കുകൾ ശരിയാണ് എങ്കിൽ, കറക്റ്റായി വരുന്നു എങ്കിൽ 83 സീറ്റുകളിൽ ബി.ജെ.പിക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. 100ൽ 83 സീറ്റുകളിൽ ബി.ജെ.പിക്ക് വ്യക്തമായ ആധിപത്യമുണ്ട് എന്ന് പറയുമ്പോൾ ശക്തമായി തന്നെ ഭരണം പിടിക്കാൻ കഴിയും. 51 സീറ്റുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുമെന്ന് ഇരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വലിയ കണക്കുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ തവണത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ ബി.ജെ.പി നേടിയിരുന്നു. അതിൽ കുറച്ചുകൂടി കൂടുതൽ പിടിച്ചാൽ നഗരസഭാ ഭരണം കൈപ്പിടിയിൽ ഒതുങ്ങും. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉള്ളവർ അതിനുള്ള ജോലികൾ ഇല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനം തുടങ്ങിയതായിട്ടാണ് വിവരം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.